ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നാരീശക്തിക്ക് ആദരമർപ്പിച്ച് രാജ്യം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഡൽഹി മെട്രോയുടെ 2 ഇടനാഴികൾ ഉൾപ്പെടെ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 52,000-ലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലേക്ക്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശവും നീതിയും പ്രവർത്തനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്ത്രീകളുടെ നേട്ടങ്ങൾ അംഗീകരിക്കുന്നതിനും ലിംഗസമത്വത്തിനായി പ്രവർത്തിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ 1977 വനിതാ ദിനാചരണം ആരംഭിച്ചത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിച്ച അന്താരാഷ്ട്ര വനിതാ ദിന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഉന്നമനത്തിനായുള്ള നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്നതെന്ന് അവർ പറഞ്ഞു. I measure the progress of a community by the degree of progress which women have achieved. मुझे प्रसन्नता है कि भारत सरकार द्वारा महिला सशक्तिकरण को प्राथमिकता देते हुए अनेक महत्वपूर्ण योजनाएं कार्य रूप दी गई हैं. आज हमारा देश women led डेवलपमेंट की दिशा में तेजी से आगे बढ़ रहा है. സ്ത്രീകൾ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും അടിത്തറയാണെന്നും വിദ്യാസമ്പന്നരും സ്വയം പര്യാപ്തരുമായ സ്ത്രീകൾക്ക് രാഷ്ട്ര പുരോഗതിയിൽ നിർണായക സംഭാവന നൽകാൻ കഴിയുമെന്നും രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. സ്ത്രീകളുടെ കരുത്തും അതിജീവനശേഷിയും നേട്ടങ്ങളും കുടുംബങ്ങളെയും സമൂഹത്തെയും രാജ്യത്തിന്റെ ഭാഗധേയത്തെയും രൂപപ്പെടുത്തുകയാണെന്ന് വനിതാ ദിനാശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തിന്റെ പുരോഗതിയിൽ നാരീശക്തി സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും സ്ത്രീ ശാക്തീകരണത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. തുല്യനീതിയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പങ്കുവയ്ക്കാനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളുമെന്ന പ്രതിജ്ഞ പുതുക്കാനും വനിതാ ദിനം പ്രചോദനമാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദേശത്തിൽ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ലോക്സഭാ സ്പീക്കർ ഓം ബിർല തുടങ്ങിയവരും ആശംസകൾ നേർന്നു. വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ ശക്തി വാക്ക് പദയാത്ര സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു. വികസിത ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ സ്ത്രീകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ശ്രീമതി അന്നപൂർണ ദേവി പറഞ്ഞു. सब एक साथ चलकर यही संदेश देना चाहते हैं कि यही समय है, सही समय है, भारत का अनमोल समय है और इसी तरह कदम से कदम मिलाकर हम चलेंगे. देश को जो प्रधानमंत्री जी का लक्ष्य विकसित भारत 2047 का है, तो उस विकसित भारत के लक्ष्य को, संकल्प को सिद्धि तक पहुंचाने में हम सभी आगे बढ़कर काम करेंगे. ബഹിരാകാശ ദൌത്യങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കുവഹിക്കുന്നതായി രേഖ ഗുപ്ത പറഞ്ഞു. ഇന്ത്യ ഗേറ്റ് മുതൽ വിജയ് ചൌക്ക് വരെ കർത്തവ്യ പഥിലൂടെയാണ് യാത്ര സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം നഗരസഭയിലെ നെടുങ്കാട് വാർഡിൽ മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, മൈ ഭാരത്, ഫിറ്റ് ഇന്ത്യ എന്നിവയുടെ നേതൃത്വത്തിൽ സൺഡേ സോൺ സൈക്കിൾ പരിപാടി സംഘടിപ്പിച്ചു. ഗവർണറുടെ ഭാര്യ അനഘ ആർലേക്കർ മുഖ്യാതിഥിയായി. ന്യൂഡൽഹിയിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം വനിതാ താരങ്ങൾക്കായി ദേശീയ അത്ലറ്റിക്സ് ലീഗ് അസ്മിത സംഘടിപ്പിക്കുന്നു. 3 വിഭാഗങ്ങളിലായി 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ടമത്സരങ്ങൾ തുടങ്ങിയ കായിക ഇനങ്ങളാണ് നടക്കുക. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്ക് ഭയരഹിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതിയായ നിർഭയ നിശ കേരളത്തിലുടനീളം നടപ്പാക്കും. സംസ്ഥാനതല ഉദ്ഘാടനവും പോലീസ് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫും ഇന്ന് രാത്രി തിരുവനന്തപുരം മാനവീയം വീഥിയിൽ DGP റവാഡ ചന്ദ്രശേഖർ നിർവഹിക്കും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. 18,300 കോടി രൂപയുടെ ഡൽഹി മെട്രോ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. ഡൽഹി മെട്രോയുടെ 2 പുതിയ ഇടനാഴികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. സരോജിനി നഗറിലെ GPRA ക്വാർട്ടേഴ്സ് സന്ദർശിച്ച പ്രധാനമന്ത്രി വനിതാ തൊഴിലാളികളുമായി സംവദിച്ചു. നേപ്പാൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി RSPക്ക് വൻ വിജയം. മുൻ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ 50,000-ഓളം വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ബാലേന്ദ്ര ഷാ ചരിത്ര വിജയം നേടിയത്. ഇതോടെ നേപ്പാളിലെ ആദ്യ മാധേസി പ്രധാനമന്ത്രിയായും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണാധികാരിയായും 35-കാരനായ അദ്ദേഹം മാറും. നിലവിൽ 106 സീറ്റിൽ വിജയിച്ച RSP ഭരണം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI-നെറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരം. കേരളത്തിലെ കുട്ടികൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ പഠനാന്തരീക്ഷവും സൈബർ സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്. നിർമ്മിത ബുദ്ധി സൃഷ്ടിക്കുന്ന പുതിയ വെല്ലുവിളികളും സൈബർ കുറ്റകൃത്യങ്ങളും അവയുടെ പ്രതിരോധ മാർഗങ്ങളും നിലവിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താണ് പ്രോട്ടോകോൾ തയ്യാറാക്കിയത്. വിദ്യാലയങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യ സുരക്ഷിതമായി ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പ്രോട്ടോകോളിലുള്ളതെന്ന് കൈറ്റ് CEO വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെ ഈ മാസം 1 മുതൽ ഇന്നലെ വരെ ഗൾഫ് മേഖലയിൽ നിന്ന് 52,000-ലധികം ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. 32,000 പേർ ഇന്ത്യൻ വിമാനങ്ങളിലും ബാക്കിയുള്ളവർ വിദേശ വിമാനങ്ങളിലുമാണ് എത്തിയത്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും സംഭവ വികാസങ്ങൾ ഇന്ത്യ നിരന്തരം നിരീക്ഷിച്ചു വരികയാണ്. യാത്രാമധ്യേയോ ഹ്രസ്വകാല സന്ദർശനത്തിനിടയിലോ ഈ മേഖലകളിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരുടെ ക്ഷേമത്തിന് പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. മേഖലയിലെ എല്ലാ ഇന്ത്യൻ പൌരന്മാരും പ്രാദേശിക അധികൃതരുടെ നിർദ്ദേശങ്ങളും അതതിടങ്ങളിലെ ഇന്ത്യൻ എംബസിയോ കോൺസുലേറ്റോ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിനായി വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് ഈ മാസം 9-നും 10-നും 11-നും നടക്കാനിരുന്ന 12ാം ക്ലാസ് പരീക്ഷകൾ CBSE മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ചൊവ്വാഴ്ച സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത ശേഷം 12 മുതൽ നടക്കാനിരിക്കുന്ന പരീക്ഷകളിൽ തീരുമാനമെടുക്കുമെന്നും CBSE അറിയിച്ചു. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7-നാണ് മത്സരം. തുടർച്ചയായ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. കിരീടം നേടിയാൽ 3 തവണ T20 ലോകകപ്പിൽ ജേതാക്കളാകുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറും. മലയാളി താരം സഞ്ജു സാംസന്റെ മികവിൽ ഇംഗ്ലണ്ടിനെ തകർത്താണ് ഇന്ത്യ കലാശ പോരാട്ടത്തിനെത്തിയത്. ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്നിറങ്ങും. ചൈനീസ് തായ്പയുടെ ലിൻ ചുൻ ഇ ആണ് എതിരാളി. ഇന്ത്യൻ സമയം വൈകിട്ട് 5-നാണ് മത്സരം. കേന്ദ്ര ജൽശക്തി മന്ത്രാലയം രാജ്യവ്യാപകമായി നടത്തുന്ന ജൽ മഹോത്സവ് 2026 യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. കേന്ദ്രമന്ത്രി CR പാട്ടീൽ ഗുജറാത്തിലെ നവസാരിയിൽ യജ്ഞത്തിന് തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര വനിതാ ദിനം മുതൽ ലോക ജലദിനമായ മാർച്ച് 22 വരെയാണ് യജ്ഞം. യജ്ഞത്തോടനുബന്ധിച്ച് ബുധനാഴ്ച ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നാരീശക്തിക്ക് ആദരമർപ്പിച്ച രാജ്യം. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഡൽഹി മെട്രോയുടെ 2 ഇടനാഴികൾ ഉൾപ്പെടെ 33,500 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് 52,000-ലധികം ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ ബാലേന്ദ്ര ഷായുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധികാരത്തിലേക്ക്. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സൈബർ സുരക്ഷാ പ്രോട്ടോകോൾ പുറത്തിറക്കി കൈറ്റ്.
പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3-ന്.